ഓം സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പര. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഭഗവത്പാദത്തിൽ ശതകോടി പ്രണാമം. ഭഗവാന്റെ സൂക്ഷ്മ സത്യസായി സൗഭാഗ്യം കേരളക്കരയ്ക്ക് അനുഗ്രഹിച്ചു നൽകിയിരിക്കുന്ന ആനന്ദഗുരുവിന്റെ പാതാരബന്ധങ്ങളും സാഷ്ടാംഗപ്രണാമം. ഏറെ ധന്യമായ ഗുരു പൗർണമി സായാഹ്നത്തിൽ അത്യന്തം ഗഹനമായ ഒരു വിഷയം ഭഗവാൻ സംസാരിക്കാനായി ഒരു ഉപകരണമായി എന്നെ തിരഞ്ഞെടുത്തു എന്നുള്ളത് തന്നെ ഒരു പക്ഷേ ഈ ജന്മത്തിൽ കിട്ടിയ ഏറ്റവും വലിയ പുണ്യമായി കണക്കാക്കുന്നു. ഇന്ന് രാവിലെ തൊട്ട് നമ്മുടെ ഈ ഒരു പരിപാടിയെ ഒന്ന് അവലോകനം ചെയ്യുമ്പോൾ ഉച്ചവരെ നമ്മൾ സാധാരണ വിഷയങ്ങൾ ചർച്ച ചെയ്തു, ഭഗവാന്റെ സ്പീച്ച് കേട്ടു. ഉച്ചയ്ക്ക് ശേഷം നോക്കുമ്പോൾ നടനവും സംഗീതവും ഭജനയും എല്ലാം ആസ്വദിച്ചു. എന്നാൽ സ്വാമി രാവിലെ സംസാരിച്ച കൂട്ടത്തിൽ ഒരു കാര്യം പറഞ്ഞു, ഇതെല്ലാം ഭ്രമമാണ്, ബ്രഹ്മം ഇതിന്റെ അപ്പുറത്താണ്. അപ്പൊ നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്, ഭ്രമം വേണോ ബ്രഹ്മം വേണോ. അതുകൊണ്ട് തന്നെ വരുന്നൊരു 10 മിനിറ്റ് 15 മിനിറ്റ് ഇത് വലിയൊരു വിഷയമാണ്. അതൊന്നും സംസാരിക്കാനുള്ള ജ്ഞാനം ഒരു സാധാരണ ലൗകികൻ എന്ന രീതിയിൽ എനിക്കില്ല. പക്ഷെ അകത്തിരിക്കുന്ന ഒരു ജിജ്ഞാസു അല്ലെങ്കിൽ ഒരു മുമുക്ഷു അതകത്തിരിപ്പുണ്ട്. അതിനെ 19ാമത്തെ വയസ്സ് മുതൽക്ക് ഗുരുനാഥന്മാരെ ഇളക്കിക്കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. എവിടെ എത്തിയെന്ന് എനിക്ക് തന്നെ അറിയില്ല. അതുകൊണ്ട് കേൾക്കാനിരിക്കുന്ന എല്ലാ പുണ്യാത്മാക്കളോടും ഒരു പ്രാർത്ഥന. എന്നോട് സ്വാമി പറയാൻ പറഞ്ഞിരിക്കുന്നത് സൂക്ഷ്മ ഗുരു തത്വം. സൂക്ഷ്മം എന്ന് തന്നെ സാധാരണ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പ്രയാസം. അതിന്റെയും അപ്പുറത്താണ് ഗുരു, അതിന്റെ അകത്തിരിക്കുന്നതാണ് തത്വം. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്താണ് സംസാരിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഏത് തരത്തിലുള്ള പ്രഭാഷണങ്ങളും പതിവുണ്ട്. ഭക്തിയാണെങ്കിൽ ഭക്തി, ജ്ഞാനമാണെങ്കിൽ ജ്ഞാനം, യോഗമാണെങ്കിൽ യോഗം. ഇതൊക്കെ ഭഗവാൻ എന്നെ കൊണ്ട് സംസാരിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ സംസാരിക്കാൻ എളുപ്പമാണ്, കേൾക്കുന്നവർക്കും എന്തെങ്കിലുമൊക്കെ മനസ്സിലാവും. പക്ഷെ ഇന്ന് ഈ സംസാരിക്കുന്ന 10 മിനിറ്റ് അങ്ങേയറ്റത്തെ ശ്രദ്ധാവാൻ ലഭതജ്ഞാനം, അങ്ങേയറ്റത്തെ ശ്രദ്ധയുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒരു ഇത്തിരി മനസ്സിലാവും, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് എന്നോട് പൊറുക്കണം. ഇത് എന്താണ് ഈ സംസാരിക്കുന്നത് എന്ന് കേട്ട് ആരും തന്നെ വെപ്രാളപ്പെടരുത്. ഭഗവാൻ എന്നോട് ആവശ്യപ്പെട്ടത് അത്രയും ആഴത്തിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കണം. കാരണം ഭഗവാൻ അവതാരം ചെയ്ത് 85 വർഷം ഫിസിക്കൽ ബോഡിയിൽ ഇന്ന് സ്വാമി രാവിലെ പറഞ്ഞു, എത്രമാത്രം പ്രസംഗിച്ചു, എത്രമാത്രം തത്വങ്ങൾ പറഞ്ഞു തന്നു. എന്നിട്ടും ഇൻഫോർമേഷൻ അല്ലാതെ കൺഫോർമേഷൻ തന്നിട്ടും ട്രാൻസ്ഫോർമേഷൻ ഇല്ല. എന്ത് ട്രാൻസ്ഫോർമേഷനാണ് വേണ്ടത്? ഒരേ ഒരു ട്രാൻസ്ഫോർമേഷനെ ഭഗവാൻ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നുള്ളൂ. അത് നിരന്തരം 85 വർഷം പറഞ്ഞു. അത് കഴിഞ്ഞ് സൂക്ഷ്മ സത്യസായി മിഷനിൽ ആഴത്തിൽ ആനന്ദഗുരുവിലൂടെ പറഞ്ഞു തന്നു. വേറെ ഒന്നും അറിയണ്ട, നിങ്ങളുടെ അകത്തിരിക്കുന്നത് ആരെന്ന് കണ്ടെത്തി അതിനെ സാക്ഷാത്കരിച്ചാൽ മതി. നായമാത്മാ പ്രവചനേന ലഭ്യ ന മേധയ ബഹുദാ ശ്രോതവ്യ. ഒരുപാട് പ്രസംഗിച്ചതുകൊണ്ട് മനസ്സിലാവില്ല, ബുദ്ധി കൊണ്ട് ഉപയോഗിച്ചാൽ മനസ്സിലാവില്ല, കേട്ടിട്ടും മനസ്സിലാവില്ല. അതൊന്നും മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു തത്വമുണ്ട്. അതിലേക്ക് ഇറങ്ങുക തന്നെ വേണം. ഈ ജന്മത്തിൽ പറ്റിയില്ലെങ്കിൽ അതിനൊരു ജന്മം എടുത്തേ പറ്റൂ. അതുകൊണ്ട് ഭഗവാൻ കൂടെ ഉണ്ടാകുമ്പോൾ ഇനിയൊരു ജന്മം എടുത്ത് ആ തത്വം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിന് പകരം ഈ ജന്മം കൊണ്ട് ആ തത്വം മനസ്സിലാക്കിയില്ലെങ്കിൽ ഭഗവാനോട് കൂടെ കിട്ടിയ ഈ മഹാഭാഗ്യം നമുക്ക് കൈമോശം വന്നു പോകും എന്നുള്ളൊരു ഭയം, അത് പലപ്പോഴായിട്ട് എന്റെ കുട്ടിക്കാലത്ത് ഗുരു എന്റെ ചെവിയിൽ ഓതിയിട്ടുണ്ട്. അത് എനിക്കിപ്പോഴും സാധിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നേരെ വിഷയത്തിലേക്ക് വരികയാണ്. രാവിലെ നമ്മൾ സംസാരിച്ചത് വേദവ്യാസ മഹർഷിയെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഗുരുപൂർണിമ എന്ന് ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് വ്യാസഭഗവാൻ മാത്രം. എന്നാൽ അതിൽ ഒന്നുകൂടി ആഴത്തിലേക്ക് പോകുമ്പോൾ, ആ ഗുരു തത്വത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് മറ്റൊരു ഗുരുവിനെ എവിടെ കാണേണ്ടതുണ്ട്. അത് മറ്റാരുമല്ല, നമുക്ക് ഒന്നുകൂടി ആഴത്തിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ പരമേശ്വരൻ ദക്ഷിണാമൂർത്തിയായിക്കൊണ്ട് വടവൃക്ഷ ചുവട്ടിലിരുന്ന് ഈ ബ്രഹ്മകുമാരന്മാർക്ക് ബ്രഹ്മവിദ്യ ഉപദേശിക്കുന്ന ഒരു ഭാഗം നമ്മുടെ ശാസ്ത്രങ്ങളിലുണ്ട്. അത് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല.
എന്റെ 21ാമത്തെ വയസ്സിലാണെന്ന് തോന്നുന്നു ഈ വിഷയം ബ്രഹ്മസൂത്രങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് അതിനെക്കുറിച്ച് ഗുരു പറഞ്ഞത് കുറച്ചൊക്കെ ഇങ്ങനെ ഓർക്കുകയാണ്. അല്ലാണ്ട് ഇപ്പൊ പുതുതായിട്ടൊന്നും പഠിക്കാനുള്ള ഒരു സമയമല്ലാത്തതുകൊണ്ട് ഓർമ്മയിൽ നിന്നാണ് ഇതൊക്കെ പറയുന്നത്. അപ്പോ എന്താണ് സംഭവിച്ചത്? അപ്പൊ ദക്ഷിണാമൂർത്തി അവിടെ ഉണ്ട്. ദക്ഷിണാമൂർത്തി അപ്പൊ ദക്ഷിണാമൂർത്തി ആയിട്ട് ഭഗവാൻ പരമേശ്വരനാണ് ദക്ഷിണാമൂർത്തിയായിട്ട് വരുന്നത്. എന്തിനാണ് ആ ദക്ഷിണാമൂർത്തി അവതാരം ഉണ്ടായതെന്ന് ചോദിച്ചാൽ, ഈ ബ്രഹ്മവിദ്യ അല്ലെങ്കിൽ ബ്രഹ്മ സത്യം ഈ സനൽകുമാരന്മാർക്ക്, സനകൻ, സനാതനൻ, സനന്ദനൻ, സനൽകുമാരൻ, ഇവര് 4 പേരാണ് സനൽകുമാരന്മാരെന്നാണ് അറിയപ്പെടുക. ഇവരെ ശരിക്കും വിളിക്കുക ബ്രഹ്മകുമാരന്മാരെന്നാണ്. ഈ ബ്രഹ്മകുമാരന്മാര് ബ്രഹ്മവിദ്യ, അതായത് യാതൊന്നറിഞ്ഞാൽ ഇനി വേറെ ഇവിടെ ഒന്നും അറിയേണ്ടതില്ലയോ ആ അറിവിനെ തേടിക്കൊണ്ട് പല സ്ഥലങ്ങളിൽ അലഞ്ഞു. എവിടെ പോയിട്ടും ബ്രഹ്മവിദ്യ കിട്ടിയില്ല. ആ സമയത്താണ് പരമേശ്വരൻ താൻ സ്വയം ഈ ദക്ഷിണാമൂർത്തിയായിട്ട് കൊണ്ട് അവതരിച്ചു കൊണ്ട് ഒരു വടവൃക്ഷത്തിന്റെ ചുവട്ടില് മൗനത്തിലിരിക്കുന്ന സമയത്ത് ഇവര് വരിക. വന്നിട്ട് ഗുരുവിനോട് ചോദിക്കുകയാണ്, ഞങ്ങൾ ഒരുപാട് അലഞ്ഞു, ഞങ്ങൾക്ക് ആ പറഞ്ഞു തന്നാലും ബ്രഹ്മതത്വം അല്ലെങ്കിൽ ബ്രഹ്മവിദ്യ. അവിടെ എന്താ സംഭവിച്ചെന്നറിയാമോ? അപ്പൊ ഗുരു ഉപദേശിച്ചു. ഇതാണ് ഇന്നത്തെ ഈ വിഷയത്തിന്റെ ആഴം. എങ്ങനെ ഉപദേശിച്ചു? മൗനവ്യാഖ്യ പ്രകടിത പരബ്രഹ്മതത്വം യുവാനം വർഷിഷ്ടാന്തേ ഋഷിഗണേ ആവൃതം ബ്രഹ്മനിഷ്ഠൈ ആചാര്യേന്ദ്രം കരലതി ചിന്മുദ്രം ആനന്ദരൂപം സാത്മാരാമം മുദിതവദനം ദക്ഷിണാമൂർത്തിബീഡേ. ഇതാണ് ശാസ്ത്രം പറഞ്ഞത്. എങ്ങനെ ഉപദേശിച്ചത്? മൗനവ്യാഖ്യ പ്രകടിത പരബ്രഹ്മതത്വം. ഓരോ സാധകനും, ഓരോ ജിജ്ഞാസുവും, ഓരോ മുമുക്ഷുവും അന്വേഷിക്കുന്ന പരബ്രഹ്മ തത്വം. സത്യസായി ബാബ എന്ന് പറഞ്ഞാൽ പരബ്രഹ്മ സ്വരൂപമാണെന്ന് പറഞ്ഞു. അതിന്റെ തത്വം ഇതെങ്ങനെ പറഞ്ഞു കൊടുത്തത്? ഒരു മൈക്ക് കെട്ടി പറഞ്ഞു കൊടുത്തില്ല, ക്ലാസ് എടുത്തിട്ടില്ല, ഒരു 10-20 കൊല്ലം എന്താ പറയാ ആശ്രമത്തിലിരുത്തി പറഞ്ഞു കൊടുത്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. മൗനവ്യാഖ്യ പ്രകടിത പരബ്രഹ്മ തത്വം മൗനത്തിൽ പറഞ്ഞു കൊടുത്തു. അതെന്താ ഈ മൗനത്തിൽ പറഞ്ഞു കൊടുക്കുക? സത്യത്തില് ഒന്നും മിണ്ടിയില്ല. പിന്നെ എന്തുണ്ടായി? ആ ഒരു സന്നിധി, ആ ഗുരുവിന്റെ സന്നിധിയിൽ ഈ ബ്രഹ്മകുമാരന്മാർക്ക് അവരുടെ ഉള്ളിൽ സ്വമേധയ ആ ബ്രഹ്മതത്വം വെളിപ്പെട്ടു എന്നുള്ളതാണ് നമ്മുടെ ശാസ്ത്രങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അതാണ് ശരിക്ക് മൗനം എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിലുള്ള പരമമായ ആ സത്യം. എന്നാൽ മൗനം എന്ന് നമ്മൾ കേട്ടിട്ടുള്ളത് എന്താ? മിണ്ടാണ്ടിരിക്കുക. എല്ലാവരും മൗനത്തിലിരിക്കൂ എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവരും മിണ്ടാണ്ടിരിക്കും. എന്നാൽ മൗനം എന്ന് പറഞ്ഞാൽ മിണ്ടാതിരിക്കലല്ല, വലിയ വാക്കിന്റെ വിഭൂതിയാണ്. ഏറ്റവും വലിയ വാക് വിഭൂതി എന്താന്ന് ചോദിച്ചാൽ മൗനം. അല്ലെങ്കിൽ പറയാം ജ്ഞാനിയുടെ സമാധി അവസ്ഥയ്ക്ക് മൗനം എന്ന് പറയും. ചുരുക്കി പറഞ്ഞാൽ ഒരു സാധകനായ നമ്മളൊക്കെ എത്തേണ്ട ഒരു തലം, നമ്മളൊക്കെ എത്തേണ്ട ഒരു സ്ഥലമുണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു തലമുണ്ടല്ലോ. ആ എത്തേണ്ട തലം എന്ന് പറയുന്നത് ജ്ഞാനിയുടെ ആ സമാധി അവസ്ഥയാണ്. പുട്ടപ്പർത്തിയില് 2011 ഏപ്രിൽ മാസം 21 ഭഗവാൻ സമാധി. ഭഗവാനോട് ഇരുത്തിക്കൊണ്ട് ചോദിക്കുകയാണ്, അല്ലെങ്കിൽ പറയുകയാണ്, എനിക്കിപ്പോഴും ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യമാണത്. അതെന്റെ അറിവുകേടായിരിക്കും. കാരണം സത്യസായി ബാബ എങ്ങനെ സമാധിയായി എന്നാണ് ഇത്രയും കാലം ഞാൻ ഇരുന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട്? ഭഗവാൻ സമാധിസ്ഥനാണ്. ആദ്യം തന്നെ സമാധി അവസ്ഥ വിട്ട ഒരു സ്റ്റേജ് ഭഗവാനിൽ 85 വർഷം ഉണ്ടായി എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എനിക്ക് അറിഞ്ഞു കിട്ടിയ എന്റെ ഗുരുനാഥന്മാര് പഠിപ്പിച്ചു തന്ന ഈ ശാസ്ത്രങ്ങളിൽ എവിടെയും പറയുന്നില്ല സമാധി വിട്ട ഒരവസ്ഥ ഭഗവാനുണ്ട്. എന്താണ് സമാധി? നമ്മൾ തെറ്റിദ്ധരിച്ചു, മരിച്ചു പോയി, അയാള് സമാധി അറിഞ്ഞില്ലേ? അതെയോ? എപ്പോ? ഇന്നലെ രാവിലെ സമാധി. അതൊക്കെ അയാള് വഡ്ഡിയായി നിർത്തും. ഒരാളെ കുറിച്ച് അങ്ങനെ അയാൾ വഡ്ഡിയായത് സമാധിയായി നമ്മൾ പറയും. എന്നാൽ സമാധി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരാൾ മരിക്കുന്നതിനെ അല്ല, ദേഹം ഉപേക്ഷിക്കുന്നതിനെ അല്ല സമാധി എന്ന് പറയാം. സമധീന, ബുദ്ധി സമമായിട്ടിരിക്കുക എന്ന് വെച്ചാൽ ചഞ്ചലമില്ലാത്ത, ചാഞ്ചല്യമില്ലാത്ത ചിത്തം ഉണ്ടാവുക. നമ്മുടെ അകത്തുള്ള സാധനം ചിത്തം, അത് ചഞ്ചലപ്പെടാതിരിക്കുക.
അപ്പോൾ സമാധി എന്ന് പറയുന്നതിന് വലിയൊരു സബ്ജക്റ്റാണ്, പിന്നെ പറയാൻ സമയമില്ല. 6 ഘട്ടങ്ങളുണ്ട്. സബീജ സമാധിയുണ്ട്, നിർബീജ സമാധിയുണ്ട്. അതിൽ സബീജ സമാധിയിൽ തന്നെ 6 ഘട്ടമുണ്ട്. സവിതർക്ക സമാധിയുണ്ട്, നിർവിതർക്ക സമാധിയുണ്ട്, സവിചാര സമാധിയുണ്ട്, നിർവിചാര സമാധിയുണ്ട്, സവികൽപ്പ സമാധിയുണ്ട്, നിർവികൽപ്പ സമാധിയുണ്ട്. ഇതൊക്കെ പഠിക്കണമെങ്കിൽ 3 ദിവസം വേണം. എനിക്ക് 1.5 കൊല്ലം പഠിപ്പിച്ചത്. അവരോട് പറയണമെങ്കിൽ 3 ദിവസം വേണം. അത്രയും ഗഹനമാണ് ഈ സബ്ജക്ട്. അതില് ഭഗവാൻ ഇരിക്കുന്നത് നിർവികൽപ്പ സമാധി അവസ്ഥയിൽ തന്നെയാണ്. നമ്മൾ എന്ന് ഭഗവാനെ കാണുന്നു, ഷിർഡി സായി രൂപത്തിൽ വന്നപ്പോഴും കൃഷ്ണനായി വന്നപ്പോഴും രാമനായി വന്നപ്പോഴും ഭഗവാൻ ആ സ്റ്റേജേ ഉള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കി. തെറ്റുണ്ടെങ്കിൽ സ്വാമി കുറച്ച് ഞാൻ തിരുത്തി തരും. എന്റെ അറിവ് മാത്രമാണ് സംസാരിക്കുന്നത്. അത് ഭഗവാൻ എന്നിൽ തന്നൊരു അറിവാണ്. അപ്പൊ ആ സമാധി അവസ്ഥ, അതിനാണ് മൗനം എന്ന് പറയുക. ആ മൗനത്തിൽ ഒന്നും വേണ്ട, അവിടെ വാക്കിന്റെ വിഭൂതിയാണ്. അപ്പൊ ഈ വാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ നമ്മളൊക്കെ എങ്ങനെ സാധകനായത്? ഇപ്പൊ ഇന്ന് ഗുരുപൂർണിമയാണ്. സാധാരണ ഗുരുപൂർണിമയ്ക്ക് എന്താ സംഭവിക്കുക? ഭഗവാൻ ഗുരുവായി വന്ന് നമ്മുടെ മുമ്പിൽ, ഭഗവാൻ തന്നെ സാക്ഷാൽ പരബ്രഹ്മൻ തന്നെ ഗുരുവായി വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യും? ഉപദേശം തരും. അങ്ങനെയാണല്ലോ ഉപദേശം തരിക എന്ന് പറയാം. അപ്പൊ നമ്മൾ ഈ സന്യാസിമാരൊക്കെ ആവുന്ന ആൾക്കാര് ഗുരുവിന്റെ അടുത്ത് എന്നിട്ട് ദീക്ഷ വാങ്ങും, മന്ത്രദീക്ഷ. അവർ മന്ത്രം പറഞ്ഞു കൊടുക്കും. അപ്പൊ ആ മന്ത്രം പിന്നെ അതങ്ങോട്ട് ഉപാസിച്ച് അയാൾ അങ്ങനെ അങ്ങോട്ട് ആത്മസാക്ഷാത്കാരം നേടും. അങ്ങനെയാണ് നമ്മുടെ ഒരു ശാസ്ത്രം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ സനാതന ധർമ്മശാസ്ത്രം സെറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെ. ഇപ്പൊ നമ്മൾക്കൊക്കെ ലൗകികന്മാര്, ഭാര്യ, ഭർത്താവ്, കുട്ടികൾ, മക്കള്, ജോലി, കുടുംബം, പണം, സമ്പാദ്യം, ജോലി, ഇതൊക്കെ ആയിട്ട് നെട്ടോട്ടം കൊടുക്കുന്ന ആൾക്കാരാണ്. കുറെ കഴിയുമ്പോൾ നമുക്കൊക്കെ അത് മതിയാവും. അത് മതിയാവണമെങ്കിൽ എന്ത് വേണം? അവിടെയാണ് ആചാര്യസ്വാമി ഒരു കാര്യം പറഞ്ഞത്. ഇതിലേക്ക് എത്താനുള്ള വഴി പറഞ്ഞു, സത്സംഗം എന്ന് പറഞ്ഞു. അപ്പൊ ഇത് തുടക്കം. നമ്മളൊക്കെ ഇപ്പൊ ഇത്ര എന്താ ചെയ്തിരിക്കുന്നത്? സത്സംഗം, സത്തിനോട് സംഘം ചേർന്നിരിക്കുക. സത്ത് ഇവിടെയുണ്ട്, അതിനോട് സംഘം ചേർന്ന് ഒട്ടിങ്ങിരിക്കുക. അങ്ങനെ സത്തിനോട് സംഘം ചേർന്ന് സത്സംഗത്തിലൂടെ തന്നെ പോകുമ്പോ കുറെ കഴിയുമ്പോൾ എന്തുണ്ടാവും? നിസ്സംഗത്തുണ്ടാവും. ഇത് ശങ്കരാചാര്യ സ്വാമി പറഞ്ഞു. ഈ നിസ്സംഗം എന്ന് പറഞ്ഞാൽ എന്താ? അതായത് നിസ്സംഗം എന്ന് പറഞ്ഞപ്പോ ഞാനിവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക, പെട്ടെന്ന് എനിക്കൊരു ഫോൺ കോൾ വരും. എന്താണ് ഫോൺ കോൾ? എന്റെ ബിസിനസ് സാമ്രാജ്യമൊക്കെ തകർന്നു, കോടികളുടെ കടമുണ്ടായി. സ്വാഭാവികമായിട്ട് എനിക്കെന്ത് സംഭവിക്കും? ഇപ്പൊ നേരത്തെ ആ പെൺകുട്ടി പാടിയപ്പോഴുള്ള ടെൻഷൻ മാറി. എനിക്ക് എന്റെ ശബ്ദം പോവും, എനിക്ക് സമാധിയില്ല, ഒന്നുമില്ല, സബീജുമില്ല, നിർബീജുമില്ല. പിന്നെ ഞാനിവിടെ കിടന്നിട്ട് വേർക്കാൻ തുടങ്ങും. പെട്ടെന്ന് സ്വാമി എടുത്ത് പറയും, സ്വാമി ഞാനൊന്ന് പോയി നോക്കട്ടെ. ഒരു വാർത്ത പോലും എന്നെ ഇളക്കിപ്പോയി. ആ വാർത്ത എന്നിൽ വെപ്രാളം ഉണ്ടാക്കി. അതോടുകൂടി എന്റെ എല്ലാ സാധനയും നഷ്ടപ്പെട്ടു. ഇത്രയും കാലം ഞാൻ ആർജിച്ചതൊക്കെ പോയി. ഇതാണ് ഒരു ലൗകികന്റെ സാധാരണക്കാരന്റെ അവസ്ഥ. എന്നാൽ സത്സംഗം നമ്മൾ എവിടെ എത്തിക്കണം? നിസ്സംഗത്തിൽ എത്തിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കേട്ടു. ഏതുപോലെ? ജനക മഹാരാജാവ് മകളായ സീത, ആരാ? ചെറിയ ആവുന്നല്ല, രാജാവാണ്, രാജാവിന്റെ മകള. കല്യാണം കഴിച്ചു കൊടുത്ത ചെറിയ ചില്ലറക്കാരനൊന്നുമില്ല, ഭഗവാൻ അവതാരം ചെയ്ത ശ്രീരാമചന്ദ്രൻ. അപ്പൊ എന്താണ് ഒരു അച്ഛന്റെ സന്തോഷം, അമ്മയുടെ സന്തോഷം? മകളെ കല്യാണം കഴിച്ചു കൊടുത്തേച്ച് എവിടേക്ക്? അയോധ്യയിലേക്ക്. അയ്യോ, ദശരഥ മഹാരാജാവിന്റെ കൊട്ടാരത്തിലേക്ക് പട്ടമഹിഷിയായിട്ട് പോകേണ്ട ആളാ, പട്ടുമത്തേക്ക് കിടക്കേണ്ട ആളാ. ഭയങ്കര സന്തോഷം. കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അവിടെ കഴിഞ്ഞപ്പോഴൊരു വാർത്ത വന്നു. രാജാവിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, രാജൻ അന്ന് അറിഞ്ഞു? രാജാവ് ചോദിച്ചു, എന്തേ? അങ്ങയുടെ പുത്രി മരവുരി എടുത്ത് 14 കൊല്ലം കാട്ടിലേക്ക് പോവാണ്. ഹണിമൂന്ന് കൊണ്ട സമയം. മരവുരി എടുത്തിട്ട് കാട്ടിലേക്ക് പോകണം. സാധാരണ അമ്മായിയപ്പന്മാരെന്ത് ചെയ്യും? ഒട്ടനെ എടുക്കും, ആണല്ലോ. ആഹാ, എന്നാ രാമനൊന്ന് കണ്ടിട്ടല്ലേ? ആഹാ, എന്റെ കുട്ടീനെ കഷ്ടപ്പെടുത്താനാ ഞാൻ എനിക്ക് കല്യാണം കഴിച്ചത്. 2 കാലം നിന്നിട്ടില്ലേ ഞാൻ ഇങ്ങോട്ട് തുടങ്ങിയിട്ട് പറയണല്ലോ ഇവിടെ നടക്കുന്നത്. മനഃശാസ്ത്രം ആയതുകൊണ്ട് ഞങ്ങളുടെ മുമ്പിൽ ദിവസം ഇങ്ങനത്തെ കുറെ കേസ് വരും, ഇത്തരം പ്രശ്നങ്ങൾ. എന്നാൽ ഇതൊക്കെ കേട്ടപ്പോ ഈ നമ്മുടെ ജനക മഹാരാജാവ് ചെയ്തത് ഒന്ന് ചിരിക്കുകയായിരുന്നു. വളരെ ചിരി, വേറെ ഒന്നും വേണ്ടിയിട്ടില്ല, ഒരക്ഷരം വേണ്ടിയിട്ടില്ല. നന്നായി എന്ന് പറഞ്ഞു, ചീത്തയെന്ന് പറഞ്ഞില്ല, ഒന്ന് ചിരിച്ചു. കാരണം ജനക മഹാരാജാവ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ, രാജാവായിരിക്കുമ്പോൾ തന്നെ ജീവൻ മുക്തനാണ്. അതേ മോക്ഷസ്വരൂപനാണ്. മരിച്ചു കഴിഞ്ഞ് കിട്ടുന്ന അവാർഡല്ല മോക്ഷം, ജീവിച്ചിരിക്കുമ്പോ കിട്ടുന്ന ഒരവസ്ഥ. അതേ മോക്ഷസ്വരൂപനായതുകൊണ്ട് എന്ത് പറ്റി? ഈ വാർത്ത അദ്ദേഹത്തെ ബാധിച്ചതേയില്ല. അപ്പോൾ ഒരു സത്സംഗത്തിൽ നിന്ന് നിസ്സംഗം എന്ന് പറയുന്ന 2ാമത്തെ ഘട്ടം വരുന്ന സമയത്ത് എന്ത് തന്നെ സംഭവിച്ചാലും നമുക്കൊന്നും തന്നെ നമ്മളെ ബാധിക്കുന്നില്ല. ഇത് 2ാമത്തെ ഘട്ടം. അതിൽ നിന്ന് അടുത്ത ഘട്ടമാണ് നിസ്സംഗത്വേ നിർമോഹത്വം എന്ന് പറയുന്നത്. എന്റെ ഈ നിർമോഹത്വം, ഞാൻ ഈ ശരീരമാണെന്നും ഈ ചുറ്റും കാണുന്നതൊക്കെ എന്റെ ആണെന്നും ഇവിടെ ഉള്ളതൊക്കെയാണ് എനിക്ക് സുഖം തരുന്നതെന്നും, ഇതൊക്കെ ഇപ്പൊ ഇന്നൊരു ദിവസം വീട്ടിൽ ചെന്നിട്ട് വേണം മറ്റു കാര്യങ്ങൾ. എനിക്ക് വലിയൊരു വീട്ടിൽ കിടന്നുറങ്ങിയാലേ സുഖാവുള്ളൂ, 5 സ്റ്റാർ ഹോട്ടലിൽ കിടന്നാലേ സുഖാവുള്ളൂ, ആ ഭക്ഷണം കഴിച്ചാലേ സുഖാവുള്ളൂ, എനിക്ക് ചുറ്റുമുള്ളതൊക്കെയാണ് എനിക്ക് സുഖം തരുന്നതിനുള്ള ഒരു ഭ്രമമുണ്ട്. അതാണ് മോഹം എന്ന് വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത്. മോഹം.
എപ്പോഴാണോ അതില്ലാതാവുന്നത്, അതല്ല എന്ന് തിരിച്ചറിയുന്നത്. ഇതല്ല നേതി എന്ന ഈ വേദങ്ങളൊക്കെ പറഞ്ഞതുപോലെ ഇതൊന്നുമല്ല എന്നൊരു തിരിച്ചറിവുണ്ടാവുന്ന സമയത്തിനെയാണ് നിർമോഹത്വം എന്ന് പറയാം. ഈ നിർമോഹത്വം വന്നു കഴിഞ്ഞാൽ പിന്നെ സർവസ്വതന്ത്രനാണ്. നമ്മൾ പരിപൂർണമായും സ്വാതന്ത്ര്യം അനുഭവിക്കും, ആനന്ദം അനുഭവിക്കും. അപ്പൊ നമ്മൾ ആനന്ദ സ്വരൂപനാവും, സ്വതന്ത്ര സ്വരൂപനാവും. അതൊരു വല്ലാത്ത ഘട്ടമാണ്. അതും കടന്നു കഴിഞ്ഞാൽ അടുത്തതാണ് നിശ്ചല തത്വം. ആ നിശ്ചല തത്വം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അകം അഥവാ നമ്മുടെ ചിത്തം നിശ്ചലമാകും. വികാരങ്ങളും വിചാരങ്ങളും ഇല്ല എന്നർത്ഥമില്ല. കാരണം നമ്മൾ ജീവിച്ചിരിപ്പുണ്ട്, ശരീരമുണ്ട്, മനോബുദ്ധി അഹങ്കാരങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും എങ്ങോട്ട് പോയിട്ടില്ല. പക്ഷെ ഏതുപോലെ ഒരു നല്ല നീലാകാശത്തിൽ, തെളിഞ്ഞു നിന്ന നീലാകാശത്തിന് ചുറ്റും നിറയെ കാർമേഘങ്ങൾ വന്ന് നീലാകാശത്തിന്റെ സൗന്ദര്യം എപ്രകാരം നമ്മുടെ കണ്ണിൽ നിന്നും മറയ്ക്കപ്പെടുന്നുവോ അപ്രകാരം വികാരങ്ങളും വിചാരങ്ങളും വന്നിട്ട് നമ്മുടെ ഈ ചിത്തത്തിന് മുമ്പിലും നിറഞ്ഞു നിൽക്കും. അപ്പൊ നമുക്കൊരു തെറ്റിദ്ധാരണ വരും, ഈ മേഘങ്ങളാണ് ശരി, ഈ മഴയാണ് ശരി, അതിന്റെ അപ്പുറത്ത് ജ്വലിക്കുന്നൊരു ആകാശമുണ്ടെന്നുള്ള ചിന്ത പോകും. അതപ്പം നമ്മുടെ അവസ്ഥ. നമ്മുടെ അകത്ത് ജ്വലിക്കുന്ന ഒരു ഭഗവാനുണ്ട്, ഈശ്വരനുണ്ട്. സത്യസായി ബാബ വേറെ എവിടെയല്ല, അകത്താണ്. അതകത്ത് ജ്വലിക്കുന്നുണ്ട്, പ്രകാശിക്കുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ട് കാണുന്നില്ല? ചിത്തവൃത്തി എന്ന് പറയുമ്പോൾ വിചാര വികാരങ്ങൾ അത് വന്നിട്ട് മേഘങ്ങളായിട്ട് നിൽക്കുക. ഇനി ഇതൊക്കെ ഇവിടെ പെയ്ത് പോയി നിൽക്കുക, എല്ലാം ഇല്ലാണ്ട് തെളിഞ്ഞ ആകാശം. അപ്പൊ മേഘം വരുന്നതിന് മുമ്പ് ആകാശമുണ്ട്, മേഘം കഴിഞ്ഞു പോയപ്പോഴും ആകാശമുണ്ട്. മേഘം വന്നോ പോയോ ആരെ ബാധിക്കുന്നില്ല? ആകാശത്തെ ബാധിക്കുന്നില്ല എന്നതുപോലെയാണ് നിശ്ചല തത്വം എന്ന് പറയുന്നത്. ആ നിശ്ചല തത്വം വരുന്ന അതൊക്കെ ഒരു ഘട്ടമാണ്. ഇതിലേക്കൊക്കെ പോകാനാണ് നമ്മൾ ഈ ആഘോഷമൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. സ്വാമി രാവിലെ എടുത്തു പറഞ്ഞു, ഇതൊരു ഗുരുപൂർണിമ കഴിയും, അടുത്ത കൊല്ലം ഗുരുപൂർണിമ ഉണ്ടാവും, നമ്മൾ ജീവനോട് ഉണ്ടാവുന്ന ദൈവത്തിനറിയാം. അപ്പൊ ഈ ഗുരുപൂർണിമകൾ വന്നു പോയിട്ടും നമ്മൾ സത്സംഗത്തിൽ നിന്ന് നിസ്സംഗത്വത്തിലേക്കെങ്കിലും ഉയർന്നിട്ടില്ലെങ്കിൽ ഈ ജന്മം വേസ്റ്റായി. 84 ലക്ഷം തവണ ജനിച്ചല്ലോ, എന്നിട്ടും ഒരു അടി കയറിയിട്ടില്ലെങ്കിൽ വേസ്റ്റായി, ഒരു സംശയമില്ല. അപ്പൊ വീണ്ടും ജനിക്കുക, പുനരഭി ജനനം, പുനരഭി മരണം, അത് വേണം. അപ്പൊ ഈ നിശ്ചല തത്വം വരുമ്പോൾ ചിത്തമുണ്ട്, പക്ഷെ ചിത്തവൃത്തികളില്ല, വന്നാൽ തന്നെ ബാധിക്കുന്നില്ല. ഏതുപോലെയെന്ന് ചോദിച്ചാൽ, പണ്ട് ആചാര്യൻ എനിക്ക് ഒരു കഥ പറഞ്ഞു. കഥയിലെ ഒരു ഉദാഹരണം, എത്രയൊരു കുട്ടിയല്ലേ, ചെറുപ്പക്കാരനല്ലേ, ഈ ലൗകികത്തിൽ താല്പര്യമുള്ള ഒരു 22 വയസ്സുകാരനോട് ഇതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവും. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്കിത് മനസ്സിലാവില്ല. അപ്പൊ ചോദിച്ചു, താൻ സിനിമ കാണാൻ പോകാൻ ചോദിച്ചു. ഗുരു ചോദിച്ചതാ, സിനിമ കാണാൻ പോകാൻ. സിനിമ കാണുമ്പോൾ സിനിമ തിയേറ്ററിൽ പൈസ കെട്ടി കൊടുത്ത് ടിക്കറ്റ് ഒക്കെ എടുത്ത് ഇരുന്നു. അപ്പൊ ഒരു സിനിമ അങ്ങനെ തുടങ്ങി, അതിൽ ഭയങ്കര പ്രളയം, മഴവെള്ളം കൂത്തി ഒലിച്ചിങ്ങനെ വരുന്നു. താൻ എഴുന്നേറ്റ് ഓടുമെന്ന് ചോദിച്ചു. ഞാൻ ഓടില്ല. അതെന്തുകൊണ്ടാ? അതെന്നെ ബാധിക്കില്ലല്ലോ, അതവിടെയില്ലേ, അതെന്നെ ബാധിക്കുന്നില്ല. വലിയൊരു തീ വന്നാലും ഞാൻ എഴുന്നേറ്റ് ഓടില്ല. ഒരാൾ തന്റെ നേരെ തോക്ക് പിടിച്ച് വെട്ടിവെച്ചാലോ ഞാൻ ഇവിടെ ഇരിക്കും. എന്തുകൊണ്ട്? എന്നെ ബാധിക്കുന്നില്ല. ഒരു സിനിമ കാണുമ്പോൾ തിയേറ്ററിൽ ഇരുന്ന് നമ്മളിത് ആസ്വദിക്കുകയാണ്. നമ്മളിത് ബാധിക്കുന്നില്ല, നമുക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് നമ്മൾ ആസ്വദിക്കുന്നത്. അപ്പൊ ഋഗ്വേദത്തില് ബ്രാഹ്മണങ്ങളൊക്കെ എടുത്ത് പഠിക്കുമ്പോൾ ഇതിന്റെ തത്വം അവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഈ ജനനം, മരണം, ഈ പ്രപഞ്ചം, ബ്രഹ്മം, ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൽ കൃത്യമായി പറയുന്നുണ്ട്, ബ്രഹ്മത്തിലുള്ള ഭ്രമമാണ് നമ്മൾ ഇപ്പൊ അനുഭവിക്കുന്നത്. ബ്രഹ്മം നിശ്ചലമായിരുന്ന പരബ്രഹ്മത്തിൽ ഒരു ഇളക്കമുണ്ടായി, ഒരു ഭ്രംശമുണ്ടായി, ഒരു ചലനമുണ്ടായി. ആ ചലനമാണ് നമ്മൾ അനുഭവിക്കുന്നത്. അപ്പൊ എന്താണ്? ആ ബ്രഹ്മം അതിനകത്തിരുന്ന് തന്റെ ഉള്ളിലുള്ളതിനെ പുറത്തേക്ക് വെളിപാടാക്കി കണ്ട് രസിക്കുക. അപ്പൊ ബ്രഹ്മത്തിനകത്ത് അന്തർലീനമായതിനെ മുഴുവൻ പുറത്തേക്ക് കൊണ്ടുവന്ന് രസിക്കുകയാണ് ബ്രഹ്മം. അതാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പൊ നമ്മളൊക്കെ ബ്രഹ്മത്തിൽ നിന്ന് പുറത്തു വന്ന് അതിന്റെ എന്താ പറയുക വിഭൂതികളാണ്. ബ്രഹ്മത്തിന്റെ വിഭൂതിയാണ് ഈ കാണുന്നതൊക്കെ. ഞാനും നിങ്ങളും ഇവിടെ കാണുന്ന സർവസ്വവും ആ ബ്രഹ്മത്തിന്റെ, ഭഗവാന്റെ വിഭൂതിയാണ്. അത് അകത്തിരുന്നിട്ട് പുറത്തേക്ക് നോക്കി രസിക്കുന്നു. കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും ഉൾവലിയുന്നു. പുറത്തേക്ക് പോയത് അതേമാതിരി ഉൾവലി. ഇതൊക്കെ വലിയ വിഷയം, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. അപ്പോ സത്സംഗത്തിൽ നിന്ന് നിസ്സംഗത്വം, നിസ്സംഗത്തിൽ നിന്ന് നിർമോഹത്വം, നിർമോഹത്തിൽ നിന്ന് നിശ്ചല തത്വം. ഇനിയാണ് രസം. നമ്മൾ പറഞ്ഞു നിശ്ചല തത്വേ ജീവൻ മുക്തി. ആ ചിത്തം നിശ്ചലമായാൽ ജീവൻ മുക്തനായി. പക്ഷെ ശ്രദ്ധിക്കണം, പലപ്പോഴും ഈ ആധ്യാത്മികതയിൽ ഒരു കുഴപ്പമുണ്ട്. അതെന്താ വെച്ചാൽ വ്യാഖ്യാനിച്ച് വരുമ്പോൾ അതിന് അന്തസത്ത നഷ്ടപ്പെടും.
ഞാൻ ഒരുപാട് പ്രഭാഷണ വേദികളിൽ പണ്ഡിതന്മാരടക്കം പറയുന്നത് കേട്ടിട്ടുണ്ട്. നിസ്സംഗത്വേ നിർമോഹത്വം, നിർമോഹത്വേ നിശ്ചല തത്വം, നിശ്ചല തത്വേ ജീവൻ മുക്തി. അതായത് നിശ്ചല തത്വം കഴിഞ്ഞാൽ ജീവൻ മുക്തി. പക്ഷെ ഭഗവാൻ, എനിക്ക് ആ വർഷം ഓർമ്മയില്ല, പുട്ടപ്പർത്തിൽ നടത്തിയ ഒരു പ്രഭാഷണത്തിൽ ഇതിനെ ഒന്ന് വ്യാഖ്യാനിച്ചിട്ട് പറഞ്ഞു, ഇത് നിശ്ചല തത്വം കഴിഞ്ഞിട്ടല്ല ജീവൻ മുക്തി, നിശ്ചല തത്വത്തിലിരിക്കുന്നത് തന്നെയാണ് ജീവൻ മുക്തി. അപ്പൊ ജീവൻ മുക്തനായി, ജീവനുണ്ട്, എല്ലാത്തിൽ നിന്നും മോചിതനായി. അപ്പൊ ഇത് അനുഭവിക്കുന്നത് ആ മൗനത്തിന്. അവിടെ എത്തുമ്പോൾ നമ്മൾ മൗനിയാണ്, നമ്മളൊന്നും മിണ്ടുന്നില്ല. ആ മൗനം നമ്മൾ പ്രകടിപ്പിക്കുമ്പോൾ അത് വാക്കായി. അപ്പൊ ഞാൻ ഒന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇപ്പൊ നമുക്കിന്നിപ്പോ ഭഗവാൻ നമ്മുടെ കൂടെ ഇരിക്കുന്നു. സ്വാമി ചിലപ്പോൾ നമുക്കിന്ന് മന്ത്രദീക്ഷ തരുന്നു വെച്ചു ഒരാൾ. നമുക്ക് ചെന്നിട്ട് സ്വാമി എനിക്കിന്ന് ഉപദേശം തരണം. ഇപ്പോ നിങ്ങളിവിടെ കാണുന്നുണ്ട് രാമകൃഷ്ണ പരമഹംസർ. രാമകൃഷ്ണ പരമഹംസർക്ക് അങ്ങനെ ആർക്കൊന്നും ഉപദേശം കൊടുക്കില്ല. ആര് ചെന്ന് ചോദിച്ചാലും കൊടുക്കില്ലായിരുന്നു. ഭയങ്കര പിശുക്കായിരുന്നു. അതിന് കാരണമുണ്ട്. കാരണം വെറുതെ കൊടുത്തിട്ടില്ല, ഇവന് പ്രാക്ടീസ് ചെയ്തില്ലെങ്കിലോ. പക്ഷെ അദ്ദേഹത്തിന്റെ സമാധിക്ക് ശേഷം ശാരദാദേവി വരുന്നവർക്ക് മുഴുവൻ കൊടുക്കും. ആര് ചെന്ന് ചോദിച്ചാലും ഉപദേശം കൊടുക്കും. അപ്പൊ ചോദിച്ചു, അമ്മ എല്ലാവർക്കും ഉപദേശം കൊടുക്കുന്നുണ്ടല്ലോ, അതെന്താ ഗുരു ഇങ്ങനെ ആയിരുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു, അമ്മാന്ന് വിളിച്ചാൽ കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ല. വന്നിട്ട് അമ്മാന്ന് വിളിച്ചാൽ ഉപദേശം കൊടുക്കും. അല്ല, എന്നിട്ട് ഇവരൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ, അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ താൻ ഉപദേശം കൊടുത്തവര് പ്രാക്ടീസ് ചെയ്യാത്തതുകൊണ്ട് അവർക്ക് അപകടം വരാതിരിക്കാൻ വേണ്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതൊക്കെയാണ് ഈ ഗുരുക്കന്മാരുടെ ഒരു വിഭൂതി എന്ന് പറയുന്നത്. അപ്പൊ പറഞ്ഞു വന്നൊരു പോയിന്റ്, അപ്പൊ ഒരു ഉപദേശം കിട്ടി. ഈ ഉപദേശം കിട്ടിയാൽ അതെങ്ങനെയാണ് നമ്മൾ പ്രയോഗിക്കുക? ഉപദേശം കിട്ടുമ്പോൾ അത് വാക്കാണ്. ഒരു മന്ത്രം തന്നു. ഇപ്പൊ ഗായത്രി, നമുക്ക് സായി ഗായത്രി ഉപാസിക്കാൻ തന്നു. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്ന സർവ പ്രചോദയാ. ഇതാണ് നമ്മുടെ ചെവിയിൽ ഗുരു ഉപദേശിച്ച് തരിക. നമ്മൾ പിന്നെ അത് ഉപാസിക്കുക ചെയ്യുക, അല്ലെ? ഇതാണ് നമ്മുടെ പരിപാടി. ഇത് കിട്ടിയത് വാക്കാണ്. വാക്കിന്റെ എന്താ കിട്ടിയിരിക്കുന്നത്? അപ്പൊ വേദം പറഞ്ഞിരിക്കുന്നു വാക്കിന് 4 പാദമുണ്ട്. ഒന്നാമത്തെ പാദം എന്ന് പറഞ്ഞാൽ വൈഖരി വാക്ക്. വൈഖരി വാക്ക് എന്ന് പറഞ്ഞാൽ സ്ഥൂല രൂപം. എന്നുവെച്ചാൽ വാക്കിന്റെ സ്ഥൂലം കേട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന. ഇപ്പൊ ഓം ഭൂർഭുവസ്വഹ, ഇതിപ്പോ ഈ കേട്ടത് ആ വാക്കിന്റെ എന്ത് ഭാവമാണ്? വൈഖരി ഭാവം അഥവാ സ്ഥൂല ഭാവമാണ്. ഇതാണ് നമ്മൾ കേട്ടത്. അത് തന്നെ ഉപാസിച്ച് കുറച്ച് കഴിയുമ്പോൾ എന്താവും? അതിന്റെ രണ്ടാമത്തെ ഘട്ടത്തും മധ്യമാ വാക്ക്. എന്താ മധ്യമാ വാക്ക്? അവിടെ പിന്നെ ശബ്ദമില്ല. പിന്നെ ഉള്ളില് ഓം ഭൂർഭുവസ്വഹ അല്ലെങ്കിൽ സായീശ്വരായ വിദ്മഹി, അതിങ്ങനെ മനനത്തിലേക്ക് പോയി. മറ്റത് ജപമായിരുന്നു, ജപന്ന് മനനത്തിലേക്ക് പോയി. ഇതിനെ വിളിക്കുന്ന പേര് മധ്യമാ വാക്ക്. ഈ മധ്യമാ വാക്കിനെ ഏതെങ്കിലും ഒരു ജിജ്ഞാസു അല്ലെങ്കിൽ ഒരു ആത്മാന്വേഷി സാധന ചെയ്താൽ എന്താ ഉണ്ടാകുക വെച്ചാൽ 3ാമത്തെ വാക്ക് കാണും. അതിന്റെ പേര് പശ്യന്തി വാക്ക്. പശ്യന്തി വാക്ക് ഒരു വാക്കിന് നോക്കും 3ാമത്തെ ഘട്ടമായി പശ്യന്തി. ഈ പശ്യന്തി വാക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കിയിട്ട് നമ്മൾ അനുഭവിച്ചിട്ടില്ല. 1, 2 നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്, പശ്യന്തി അനുഭവിച്ചിട്ടില്ല. അതുകൊണ്ടാണ് സനാതന ധർമ്മത്തില്, നിങ്ങൾക്ക് മുഷീനുണ്ടോ? സനാതന ധർമ്മത്തില് നമ്മുടെ ഋഷിമാരെ പറയാൻ എന്താ അറിയാം? മന്ത്രദൃഷ്ടാക്കൾ. കേട്ടിട്ടുണ്ടാരെങ്കിലും? എന്താ വിളിച്ചിട്ടുള്ളത്? മന്ത്രദൃഷ്ടാക്കൾ. അവര് മന്ത്രത്തെ കണ്ടവരാ. മന്ത്രത്തെ കേട്ടവർ എന്ന് പറഞ്ഞിട്ടില്ല. മന്ത്രശ്രോതാക്കൾ എന്ന് കേട്ടിട്ടില്ല. മന്ത്രദൃഷ്ടാക്കൾ. അവര് ധ്യാനത്തിലൂടെ പോയിട്ട് എവിടെ എത്തി? വാക്കിന്റെ 3ാമത്തെ തലത്തി പശ്യന്തി വാക്കിലെത്തി. ഇനി കേൾക്കണം, ഇതും കഴിഞ്ഞൊരവസ്ഥയുണ്ട്. അതാണ് പരാവാക്ക്. അവിടെയാണ് ഗുരു ഇരിക്കുന്നത്. ഇത് തന്നെയാണ് ഗുരുതത്വം. അപ്പോൾ എവിടെയാ ഗുരു ഇരിക്കുന്നത്? വാക്കിന്റെ പരാവാക്കിൽ 4ാമത്തെ അല്ലെങ്കിൽ ഏറ്റവും ആഴത്തിലിരിക്കുന്ന ആ ഒരു ഭാവം. അവിടെ എന്തില്ല? മൗനം മാത്രം. ഒന്നും മിണ്ടേണ്ട ആവശ്യമില്ല. ആ മൗനത്തിലിരിക്കുന്ന പരാവാക്ക്. ഇനി പരാവാക്കിന് 2 തിരിക്കണം. ഗുരു എനിക്ക് പറഞ്ഞത് അതിൽ ഇനി 3 ഭാഗമുണ്ട്. എന്താണ്? അതില് സൂക്ഷ്മം, സൂക്ഷ്മതരം, സൂക്ഷ്മതമം. നോക്കണേ, വാക്ക് എവിടുന്ന് പുറപ്പെട്ടതാ? വൈഖരി, മധ്യമ, പശ്യന്തി, പരാവാക്ക്. പരാവാക്കിന്റെ അടിയിലേക്ക് വീണ്ടും ഇറങ്ങിച്ചെന്നാൽ എന്ത് കിട്ടി? അതിന്റെ സൂക്ഷ്മം, സൂക്ഷ്മതരം, സൂക്ഷ്മതമം. ഈ സൂക്ഷ്മതമം എന്ന് പറയുന്ന ആ ഒരു ഘട്ടത്തിലിരിക്കുന്നവൻ ആരോ, അതിന്റെ പേര് ഗുരു. ആ ഗുരുവിന്റെ അടുത്ത് ചെന്നാൽ മൗനവാക്യ പ്രകടിത പരബ്രഹ്മ തത്വം. ഒന്നും ചെയ്യണ്ട, അവിടെ ചെന്ന് നിന്നാണ്. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോടൊക്കെ, പുട്ടപ്പർത്തിയിൽ ഭഗവാനെ കണ്ടവരാണല്ലോ എല്ലാവരും. ഭഗവാൻ നമ്മളൊക്കെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിട്ടുണ്ടോ? എന്നോടാകെ 2 തവണ ചെറിയൊരു മുറിവാക്ക്, എനിക്ക് അത്രേ കിട്ടിയിട്ടില്ല. ഒരു ഇന്റർവ്യൂ ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷെ ഭഗവാനെ നിശിതമായി വിമർശിച്ച് ഇനി വായെ കൊള്ളാൻ പാടില്ലാത്ത വൃത്തികെട്ട വാക്കുകൾ വിളിച്ച്
ഭജന കേൾക്കുമ്പോഴേക്കും ഇറിറ്റേഷനായിട്ട് ചെവിയിൽ ആ ഹെഡ്സെറ്റ് വെച്ച് സിനിമാ പാട്ട് കേട്ട് പോയ ഒരു മനുഷ്യൻ അവിടെ ചെന്ന് ആ ദർശനത്തിൽ ഇരുന്നപ്പോഴേക്കും കിളി പോയി. എന്തുകൊണ്ട് കിളി പോയി? എന്നാ ഭഗവാൻ എന്നെ വിളിച്ചോ, സുരേഷ് ഭഗവാൻ എന്നെ കുറെ കാലം തെരഞ്ഞെടുക്കണം, ഞാൻ കുറച്ച് പറഞ്ഞിരുന്നത് എന്നോട് പറഞ്ഞിട്ടില്ല. ആ ദർശനത്തിൽ വന്നപ്പോൾ ആരോടൊന്നും മിണ്ടുന്നില്ല, ഒരു ചിരി കൈകൊണ്ടൊന്നും ഇങ്ങനെ കാക്കും. അപ്പൊ ആനന്ദഗുരുവിലൂടെ ഭഗവാൻ വരുമ്പോൾ ഇതന്നെ നടക്കരുത്. എന്താ കാറിൽ വന്ന് ഇറങ്ങുമ്പോ എന്തെങ്കിലും ചോദിക്കും, എന്തെങ്കിലുമൊക്കെ എപ്പോ വന്ന് എന്താ ആരാ എന്തൊക്കെ വളരെ എന്താ പറയാ കടുകുമണിയോടുള്ള കുഞ്ഞു കുഞ്ഞു വാക്ക്. പക്ഷെ എന്റെ മുമ്പിലിരിക്കുന്ന ഓരോരുത്തരോടും ചോദിക്കുക, എന്തുകൊണ്ടാണ് നിങ്ങളൊക്കെ ഇവിടെ വൈകുന്നേരം ഇരിക്കുന്നത്? എന്തിനാണ് ഞാനിവിടെ കയറി നിൽക്കുന്നത്? എനിക്ക് വേറെ പണിയൊന്നുമില്ല. എനിക്ക് വളരെ കൃത്യമായിട്ട് പറയാം, എന്നോടൊന്നും പറഞ്ഞിട്ടല്ല, എനിക്കൊന്നും തന്നിട്ടുമല്ല, ഒന്നും കിട്ടാൻ ആഗ്രഹവുമില്ല. പക്ഷെ ആ സന്നിധിയിൽ നിൽക്കുമ്പോൾ എന്തോ കിട്ടുന്നു, അത് പറഞ്ഞുതരാൻ പറ്റില്ല. പേശാത കാര്യം പേശിനാൻ തൊഴി എന്ന് പണ്ട് തമിഴിലൊരു കവി പറഞ്ഞിട്ടുണ്ട്. പേശാത കാര്യം പേശിനാൻ തൊഴി, പറയാൻ പറ്റാത്തത് എന്തൊക്കെയോ പറയപ്പെട്ടു, എന്തോ ഞാൻ കേട്ടു, എന്തോ ഞാൻ അനുഭവിച്ചു. അതെന്തുകൊണ്ടാ? മൗനവ്യാഖ്യ പ്രകടിത പരബ്രഹ്മ തത്വം. അതിന്റെ അടുത്ത് ചെന്ന് നിന്നാൽ മതി. ഏത് പ്രകാരം എന്ന് വെച്ചാൽ അതും കൂടി പറഞ്ഞു നിർത്താം. ഒരു തിരിയിട്ട് ജ്വലിച്ചു നിൽക്കുന്ന ഒരു വിളക്കിന്റെ അടുത്ത് തിരിയിട്ട് കത്താത്തൊരു വിളക്ക് ചെന്ന് ചോദിച്ചു, നിന്നെ പോലെ കത്താൻ എന്താ ചെയ്യേണ്ടത്? എനിക്ക് ഇതേമാതിരി കത്തണം, എന്താ ചെയ്യേണ്ടത്? കത്തുന്ന വിളക്ക് പറഞ്ഞു, ഇത്ര പണിയൊന്നുമില്ല, നീ വന്നിട്ടൊന്ന് തൊട്ടിട്ട് പോയിക്കോന്നു, നീ വന്നിട്ട് എന്നെ ഒന്ന് തൊട്ടിട്ട് പോയിക്കോ, നീ ഇതുപോലെ ജ്വലിക്കും. ചുരുക്കി പറഞ്ഞാൽ കത്തുന്ന വിളക്ക് ഭഗവാൻ, നമ്മളോ തിരിയിട്ട് നിൽക്കുന്ന വിളക്ക്. തിരിയിട്ടിനൊന്ന് ഓരോരുത്തർ പോയി സ്വയം വീട്ടിൽ പോയി നോക്കണം കേട്ടോ. തിരിയിട്ടിനോ, തിരിയിലെ എണ്ണയാണ് ഒഴിച്ചത്, പച്ചവെള്ളമാണ് ഒഴിച്ചത്, ദൈവത്തിനറിയാം. അവരാണ് പരിശോധിക്കണം, ആത്മപരിശോധന വേണം. അപ്പൊ ഈ തിരിയിട്ട് റെഡിയാണോ? ആ ഗുരുവിനടുത്ത് ചെന്നാ മതി. നമ്മുടെ ശാസ്ത്രങ്ങള് ഒരാൾക്ക് മോക്ഷത്തിനുള്ള മാർഗം, കൈവല്യപ്രാപ്തിക്കുള്ള മാർഗങ്ങൾ പല രീതിയിൽ ഉപദേശിച്ചിട്ടുണ്ട്. ഇപ്പോ പതഞ്ജല മഹർഷിയുടെ യോഗസൂത്രമൊക്കെ പഠിച്ചാൽ, അതിൽ 4-ാം പാദം കൈവല്യപാദമൊക്കെ പഠിച്ചാൽ നമുക്ക് പലതരം അനുഭൂതി ഉണ്ട്. പക്ഷെ അത് ജ്ഞാനമാണ്. അത് പഠിക്കുമ്പോൾ പിന്നെ അതിന്റെ അടുത്തത് പഠിക്കണം, ബ്രഹ്മസൂത്രം പഠിക്കാൻ പോകണം, പിന്നെ നമുക്ക് അതിലപ്പുറത്ത് പഠിക്കാൻ പോകണം. അങ്ങനെ ജ്ഞാനമാർഗത്തിലൂടെ ഗുരുവിനെ അറിയാൻ പോകുക പറഞ്ഞാൽ സാധാരണക്കാരന് പറ്റില്ല, എനിക്ക് നിങ്ങൾക്ക് സാധിക്കില്ല. പിന്നെ ചെയ്യാൻ പറ്റുന്ന എന്താണ്? ഒറ്റ വഴിയുള്ളൂ, ആ ഗുരുവിനെ കണ്ടെത്തി അവിടെ പോയിട്ട് നിന്ന് കൊടുക്കുക, വേറെ ഒന്നും ചെയ്യണ്ട. പക്ഷെ നിന്ന് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, കത്താൻ റെഡിയായിട്ട് നനഞ്ഞ തിരിയാണോ എന്ന് സ്വയം പരിശോധിക്കണം. അപ്പൊ ഈ സത്സംഗ വേദികളിലൊക്കെ എന്താ പണി? ഇങ്ങനെ പോയി നിന്ന് നമുക്കും കത്താം, നമുക്കും ആകാമെന്ന് പറഞ്ഞു തരും. പക്ഷെ ഒരു പ്രഭാഷകനോ ഒരു സാധാരണ വ്യക്തിക്കോ ഒരു ആത്മീയമായ അറിവുള്ള ഒരാൾക്കോ മറ്റൊരാളെ അങ്ങനെ എത്തിക്കാൻ പറ്റില്ല. ഉദ്ധരേത് ആത്മനാത്മാനം നാത്മാനം അവസാദയേത്, അവനെ തന്നെ ശ്രമിക്കണം. അതിന് ശാസ്ത്രം ഒരു ഉപായം കൂടി പറഞ്ഞിട്ടുണ്ട്. അതെന്താ പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ചോദിക്കരുത് ഇതിന് എന്താ ചെയ്യുക. ഇവിടെ ശാസ്ത്രം കൃത്യമായിട്ട് പറഞ്ഞു, ഈ നിങ്ങളെ ഈ ആത്മാവ് വരിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾ എത്തേണ്ട അടുത്ത് എത്തിച്ചോളൂ. ആത്മാവ്, ശ്രദ്ധിക്കുന്ന വാക്ക് സ്വാമി ഒരു മിനിറ്റ് എടുത്തോട്ടെ. ആത്മാവ് നിങ്ങളെ വരിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ആത്മാവ് നമ്മളെ വരിക്കണം. ആത്മാവ് നമ്മളെ വരിച്ചാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്കതിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പൊ നമുക്കൊരു പ്രശ്നം വരും. ആത്മാവ് ഇപ്പൊ എന്നെ വരിക്കണം. അപ്പൊ ഞാനെങ്ങനെ അറിയാം ആത്മാവ് എന്നെ വരിച്ചു? ഉത്തരം, ഇത്രയും ആൾക്കാരോട് ഇരിക്കുന്നുണ്ടോ? ഞാൻ ഈ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഭഗവാന്റെ കൂടെ ഇരിക്കാൻ പറ്റുന്നുണ്ടോ? ഇവിടെ ഭഗവാൻ ഉണ്ടെന്ന് ചെറുതെങ്കിലും വിശ്വാസമുണ്ടോ? ഇതിന് കാരണം ആത്മാവ് നമ്മളെ വരിച്ചതുകൊണ്ടാണ്. ആത്മാവ് നമ്മളെ വരിച്ചിട്ടില്ലെങ്കിൽ ബോധം തന്നെ വരില്ല. ഇവിടെ ചുറ്റും എത്ര ആൾക്കാരുണ്ട്? സത്യസായി ഭക്തന്മാരുടെ 95% ഈ വഴിക്ക് തിരിഞ്ഞു നോക്കുന്നില്ല. എന്തേ കാര്യം? ഈ ഈശാവാസ്യ ഉപനിഷത്തിൽ 3-ാമത്തെ മന്ത്രത്തിൽ പറഞ്ഞു, ആസുര്യം യോനിമാപന മൂഢ ജന്മനി ജന്മനി മാമപ്രാപ്യ ആസുര്യം യോനിമാപന മൂഢ ജന്മനി ജന്മനി മാമപ്രാപ്യേയ കൗന്ദേയ തതോ യാന്ത്യതമാംഗതി. ഗീത 16-ാം അധ്യായം. ആ എല്ലാം അറിഞ്ഞിട്ടും പ്രവൃത്തി ആസുരന്റെ പ്രവൃത്തിയായാലോ, അസുര പ്രവൃത്തിയായാലോ, അസുരൻ ചെയ്യുന്നതാണ് ചെയ്തെങ്കിലോ, മാമപ്രാപ്യൈവ കൗന്ദേയ, അല്ലയോ കുന്തിപുത്ര, എന്നെ പ്രാപിക്കില്ല. നിങ്ങൾക്ക് തോന്നും ഒക്കെ വലിയ ആൾക്കാരാണ്, പ്രഭാഷണമൊക്കെ ഉണ്ട്, പേര് പറയാൻ പാടില്ലെങ്കിലും പറയണമെങ്കിൽ ഒന്നും തോന്നരുത്. ഭഗവാന്റെ സത്യസായി ഭഗവാന്റെ 7 ദിവസത്തെ ഭാഗവത സപ്താഹം നടത്തിയിട്ട് പറയുന്നത് സത്യസായി ബാബയ്ക്ക് സൂക്ഷ്മരൂപല്ല. അപ്പൊ ഒരൊറ്റ ചോദ്യം, ആ പ്രഭാഷകൻ പ്രഭാഷണം കഴിഞ്ഞ് പിറ്റേ ദിവസം പുട്ടപർത്തിക്കാൻ പോകും. അവിടെ ചോദിട്ട് സമാധി സാഷ്ടാംഗം, അവിടെ ഏത് രൂപമെന്ന് പറഞ്ഞു തരണമെന്ന്
അദ്ദേഹത്തിന് ഒരു മെസ്സേജ് അയക്കാൻ എനിക്ക് തോന്നി. എന്നോട് ദേഷ്യം തോന്നരുത്. അവിടെ പോയിട്ട് ഏത് രൂപത്തെ അപ്പൊ പുട്ടപ്പുറത്തി പോയിട്ട് നിങ്ങളൊക്കെ കാണുന്നില്ല, ഞാൻ കാണുന്നത് ഭഗവാൻ സൂക്ഷ്മ രൂപമല്ലാതെ എന്ത് രൂപമാണ് ഉള്ളത്? ഈ രൂപമൊക്കെ ഭ്രമം മാത്രമാണ്, സൂക്ഷ്മം മാത്രമാണ് സത്യം. ആ മൗനം അത് മാത്രമാണ് സത്യം. അതാണ് ഗുരു, അതാണ് ഭഗവാൻ. അതിനെ പ്രകടിതമാക്കുന്നതാണ് രാമനും കൃഷ്ണനും. അതിനെ പ്രകടിതമാക്കിയതാണ് ഷിർഡിയും ശങ്കരാചാര്യരും സത്യസായിയും ആനന്ദഗുരുവും. എല്ലാം പ്രകടിതമാണ്. ചിലപ്പോൾ ശരീരത്തെ സ്വീകരിക്കും, ചിലപ്പോൾ സ്വമേധയാ ശരീരത്തിൽ ആവിർഭവിക്കും. നമുക്ക് പറയാൻ പറ്റില്ല. സ്വയംഭൂണ്ട്, ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന്. അപ്പൊ ഈ തത്വം നമ്മൾ ബോധിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ നല്ല സമയം പോയി. അപ്പോൾ ആത്മാവ് നമ്മളെ വരിച്ചാൽ പിന്നെ നമുക്ക് പണിയില്ല. അപ്പൊ ഒരു ചോദ്യം, നമ്മളെ വെറുതെ ഇരുന്നാൽ മതിയല്ലോ, ആത്മാവ് നമ്മളെ വരിച്ചോണ്ട് പോയിക്കോളല്ലോ. അത് എളുപ്പപ്പണിയാണ്. ആത്മാവ് വരിച്ചോണ്ട് പൂർണ്ണമായില്ല, 50 ആയിട്ടുള്ളൂ. അടുത്ത 50 എന്താ? നമുക്ക് വല്ല പണിയും വേണ്ട. ആത്മാവ് ഇപ്പൊ നമ്മളൊക്കെ വരിച്ചു പോലും എല്ലാവരും വന്നിരിക്കുന്നുണ്ട്. ഇനി ഇവിടുന്ന് ഇറങ്ങുമ്പോ പഴംപൊരി കിട്ടിയല്ലോ, പഴംപൊരി കിട്ടി. ഇനി ബിരിയാണി വൈകുന്നേരത്തെ പൊറോട്ട കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഒരു കാര്യമുണ്ട്, ആത്മാവ് എന്നെ വരിച്ചു, മനസ്സിലായി. അപ്പൊ ഗുരുപൂർണ്ണയ്ക്ക് പോയപ്പോ ഒരു കാര്യം മനസ്സിലായി, ആത്മാവ് എന്നെ കല്യാണം കഴിച്ചിട്ടുണ്ട്. വരിക്കാതെ കല്യാണം കഴിക്കാം, ആത്മാവ് എന്നെ കല്യാണം കഴിച്ചു, സമാധാനമായി. പക്ഷെ പോകുമ്പോ ഒരു ചോദ്യം, ഈ സ്റ്റെപ്പ് ഇറങ്ങുമ്പോ അല്ലെങ്കിൽ ഇപ്പൊ ഞാനെന്താ ചെയ്യേണ്ടത്? ഞാനൊക്കെ കാര്യം ചെയ്യണം. ആത്മാവിനോട് കല്യാണം കഴിച്ചാൽ ഞാൻ ആത്മാവിന് അങ്ങോട്ടും കല്യാണം കഴിക്കണം. ഞാൻ അങ്ങോട്ട് വരിക്കണം, വലിയ കാര്യമില്ല, പകുതിയിൽ നിൽക്കും. അപ്പൊ ഇതാ പറഞ്ഞിരിക്കുന്നത്, ഇതാണ് നമ്മുടെ എന്താ പറയാ ഗായത്രി മന്ത്രത്തില് തത് സവിതുർ വരേണ്യം. ഗായത്രി മന്ത്രമൊക്കെ വെറുതെ ചെല്ലരുത് കേട്ടോ. അത് ചെല്ലുമ്പോ അതിലൂടെ വരിക്ക് ചില അർത്ഥമുണ്ട്. തത് സവിതുർ വരേണ്യം നമ്മളോട് പറഞ്ഞിരിക്കുക, ആ സവിതാവിനെ നീ വരിക്കണം, നീ അങ്ങോട്ട് പോയി വരിക്കണം. അത് നിന്നെ ഓൾറെഡി വരിച്ചു. അപ്പൊ പുട്ടപ്പുറത്തേക്ക് ഭഗവാൻ വന്ന് നമ്മളൊക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ആത്മസാക്ഷാത്കാരത്തിനായി നമ്മളൊക്കെ സെലക്ട് ചെയ്തു. സൂക്ഷ്മ രൂപത്തിൽ വന്നിട്ട് നമ്മൾ മാത്രം സെലക്ട് ചെയ്തു. നോക്ക് എന്ത് ഇന്നലെ സ്വാമി ഞങ്ങളെ വിളിച്ചിട്ട് നന്നായിട്ട് പറഞ്ഞു, ട്രസ്റ്റീസിനെ വിളിച്ചിട്ട്, നിങ്ങൾക്കൊക്കെ 7 ജന്മം 700 ജന്മം കൊടുത്താൽ കിട്ടില്ല, നിങ്ങളൊക്കെ ഞാൻ സെലക്ട് ചെയ്തതാ. അപ്പൊ ആ പണി കഴിഞ്ഞു, ആ വരേണ്യം കഴിഞ്ഞു. ഇനി നമ്മുടെ പണിയോ? വരേണ്യം നമുക്ക് പതിവുണ്ട്. അതാണ് തത് സവിതുർ വരേണ്യം. നമ്മൾ വെറുതെ ഗായത്രി ജപിക്കരുത്, അത് വരേണ്യം. അത് നമ്മൾ വരിക്കണം, നമ്മൾ അങ്ങോട്ട് വരിക്കണം. അങ്ങനെ രണ്ടും കൂടി ചേരുമ്പോൾ നമ്മളിലും ആ മൗന തത്വം ഉണ്ടാവും. അപ്പോൾ ആ മൗനമാണ് ഞാൻ ഈ പറഞ്ഞ 4ാമത്തെ സ്റ്റേജിൽ പോയി, അടിയിൽ പോയി സൂക്ഷ്മതമമായിരിക്കുന്ന അവസ്ഥയിലിരിക്കുന്നതാണ് ഗുരു. ആ ഗുരുവിനടുത്ത് ചെന്നാൽ തന്നെ മതി, ആ സന്നിധി തന്നെ നമ്മളിൽ എന്തുണ്ടാക്കും? ആ അനുഭൂതി ഉണ്ടാക്കും. നമുക്ക് വളരെ എളുപ്പമാണ്. നമ്മുടെ ശാസ്ത്രങ്ങളൊക്കെ അത്ര രസകരമായിട്ടാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഭക്തി മാത്രമാണെങ്കിൽ ഭാഗവതം മതി. പിബത ഭാഗവതം, പിബത ഭാഗവതം, ആലയം പിബത, മുഹരഹോ പിബത, രസികാഹ പിബത. ഒരു പണിയില്ല. ഭാഗവതം ഇങ്ങനെ വായിച്ച് കൃഷ്ണ കണ്ടില്ല, ഭാഗവത സപ്താഹത്തിന് ഇങ്ങനെ കണ്ണിനെ ഉള്ളിപ്പിക്കുന്നത്, അത് മതി. പക്ഷെ അതിനൊന്നും നമുക്ക് നേരം കിട്ടില്ല. അതിനേക്കാൾ എളുപ്പ വഴിയാണ് ഗുരു സന്നിധിയിൽ പോയിട്ട് അങ്ങനെ നിൽക്കുക. ഒന്നും ചോദിക്കണ്ട. കാലിന്റെ മുട്ടിന്റെ വേദന അവിടെ ഒരു കുരു മൊഴയൊക്കെ അവിടെ ഇരുന്നോട്ടെ. ഒന്ന് സൈഡ് സ്വാമി എന്റെ അടുത്തേക്ക് എന്താ വേണ്ടത്? ഒന്നും ചോദിക്കാൻ തോന്നുന്നുണ്ട്, അവിടെ ഇങ്ങനെ നിൽക്കും, മതി. അവിടെ ആ മൗന തത്വത്തിന് മുമ്പിലാണ് നമ്മൾ ഇരിക്കുന്നത്. അതിന്റെ മുമ്പിൽ ഇരുന്നാൽ മതി, താനെ പ്രകടിതമാക്കിക്കൊള്ളും. അതിന് വല്ലാത്ത സയൻസ്, അതൊന്നും പറയാൻ ഇവിടെ സമയമില്ല. അപ്പോൾ ആ ഒരു ഭാഷ, ആ ഭാഷയുടെ ആഴങ്ങളിൽ പോയി മൗനത്തിലിരിക്കുന്ന ആ ഗുരുവാണ് യഥാർത്ഥത്തിൽ ഗുരു. ആ ഗുരുവിലേക്ക് എത്താനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഇപ്പോ ഈ ഗുരുപൂർണിമ കാലത്ത് ഒറ്റ കാര്യം കൂടി പറയാതിരിക്കാൻ പറ്റില്ല. ഇവിടെ എല്ലായിടത്തും ഒരു മരണത്തിന്റെ ഒരു സന്ദേശമാണ് നമ്മളിപ്പോ കേൾക്കുന്നത്. ഒരാളും ഹാപ്പിയില്ല. എവിടെ ചെന്നാലും കൊറോണ വന്നു, കൊറോണ പോയോ, അവിടെ പറ്റി അറ്റാക്ക്, ഇവിടെ നോക്കുമ്പോ ഷുഗർ, കൊളസ്ട്രോള് നോക്കിയിട്ട് ഒരു സ്വൈരം ഒരു വീട്ടിലും ഇല്ല. നിങ്ങൾ ഏതെങ്കിലും വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ കേൾക്കണം എന്താണ്? എങ്ങോട്ടെ അച്ഛൻ പോയി ഷുഗർ നോക്കാൻ പോയത്, അമ്മ കൊളസ്ട്രോൾ ആയിട്ട് ഇപ്പൊ മരുന്നിന് വാങ്ങാൻ പോയതല്ലേ. എവിടെ ചെന്നാലും ഒരു മരണത്തിന്റെ സന്ദേശം. ഇത് പ്രചരിപ്പിക്കാനല്ല നമ്മൾ വന്നത്. മൃത്യും ധാവതി എന്ന് വേദം പറഞ്ഞിട്ടുണ്ട്. മൃത്യും ധാവതി, മരണം ഓടി നടക്കണം. നമ്മൾ വന്നത് മരണാതീതനാവാനാണ്, അതിനൊക്കെ അപ്പുറത്ത് പോവാൻ, രോഗങ്ങളുടെ പിറകെ പോവാനല്ല, മോഹിക്കാനല്ല. അതിന്റെ അപ്പുറത്ത് പോകണമെങ്കിൽ നമുക്ക് കൂടുതലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ വാർത്ത പ്രചരിപ്പിച്ചാൽ മതി. ഇതിന്റെ അപ്പുറത്തൊരു ലോകമുണ്ട്, അത് വെളിപ്പെടുത്താൻ ഭഗവാനുണ്ട്, ഗുരുവുണ്ട്. ആ ഗുരു സൂക്ഷ്മ രൂപത്തിൽ നമ്മുടെ കൂടെയുണ്ട്. ഈ വാർത്ത പ്രചരിപ്പിക്കലാണ് ഞങ്ങളെപ്പോലത്തെ ആൾക്കാർക്കുള്ള പണിയെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിനായിരിക്കും ഭഗവാൻ എന്നെക്കൊക്കെ ഈ ശബ്ദമൊക്കെ തന്ന് ഇതിനുള്ളിൽ കൂടെ എന്തൊക്കെ അറിയാം, എന്തൊക്കെ വെളിപാടുണ്ടാക്കി ഇവിടെ കൊണ്ടുവന്ന് നിർത്തി കുട്ടികളെ ഈ എന്താ പറയാ ടിങ്കിൾ ടിങ്കിൾ ലിസ്റ്റ് സ്റ്റാർ പാടിപ്പിക്കുന്ന പോലെ കൊണ്ടുവന്ന് പാടിപ്പിക്കുന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ മൗനമാണ്
ഗുരുതത്വം. അതാണ് സൂക്ഷ്മ ഗുരുതത്വം എന്ന് ആണ് എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നിയത്. പണ്ടൊക്കെ പറഞ്ഞത് ഇങ്ങനെ ഓർത്ത് പറഞ്ഞു മാത്രം ഇത് വലിയ വിഷയമാണ്, ശരിക്കും ആഴത്തിലിരുന്ന് പഠിക്കേണ്ടതാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഭഗവാൻ ഇത്ര നേരം എന്നെ കൊണ്ട് സംസാരിപ്പിച്ചു. ആ സ്വാമിയുടെ പാദങ്ങളിൽ ഈ വാക്കുകൾ സമർപ്പിക്കുന്നു. ഒന്നും പറയാനില്ല. മലപ്പുറത്ത് ഇങ്ങനെയൊരു പരിപാടി സ്വാമി എന്താ പറയുക സങ്കല്പിച്ച് തന്നു. അത്യന്തം ഞങ്ങൾ ധന്യരാണ് ഭഗവാനെ. എന്നാൽ ഞങ്ങൾക്ക് കുറേ മിസ്റ്റേക്കൊക്കെ വന്നിട്ടുണ്ടാവും. സ്വാമി പുറത്തു തരണം. ഇതുപോലെ ഒരുപാട് വേദികളിൽ ഞങ്ങൾക്ക് സന്തോഷിക്കാനുള്ള ഡാൻസും പാട്ടൊക്കെ ഉണ്ടാകുമ്പോഴും ഇത്തരത്തിലുള്ള ആധ്യാത്മിക വിഷയങ്ങളെ പഠിക്കാനും പാഠനം ചെയ്യാനുള്ള അവസരം കൂടി ഉണ്ടായാൽ ഇവിടുന്ന് പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ സ്വന്തമാക്കി എന്നുള്ളൊരു ഭാവം ഞങ്ങൾക്കുണ്ടാവും. അതിന് ഭഗവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണേ. ഞങ്ങളുടെ ഉള്ളിലിരിക്കുന്ന അതേ ചൈതന്യത്തെ ഭഗവാൻ ഞങ്ങൾക്ക് വെളിപാടാക്കി തരണേ. ആ മൗനത്തിന്റെ മുമ്പിൽ ഞങ്ങൾ വന്ന് നിൽക്കാൻ ഞങ്ങൾക്ക് എപ്പോഴും ഭാഗ്യം തന്നെയെന്ന് പ്രാർത്ഥിക്കുന്നു. കായേന വാച മനസേന്ദ്രിയർവ ബുദ്ധ്യാത്മനാവ പ്രകൃതേ സ്വഭാവം കരോമി യദ്യം സകലം പരസ്മൈ സായി നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി.